അവന് മാനസികമായിട്ട് ഒരു പ്രശ്നവും ഇല്ല, ഒരു പ്രശ്നമുള്ളതല്ല. പിന്നെ ഇപ്പൊ 2 ദിവസം കൊണ്ട് ജന്നൽ മാത്രം ഇങ്ങനെ പിടിച്ചടിക്കുമായിരുന്നു, ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. അല്ലാതെ വേറെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമില്ല, ജോലിക്കൊക്കെ പോയിക്കൊണ്ട് നടന്നത്. ആ വീട്ടുകാർക്ക് ഒരു കുലുക്കുമില്ല, ഒരു കൊച്ചിനെ കാണാതെ പോയിട്ട് ഒരു കുലുക്കുമില്ല. നാട്ടുകാരൊക്കെ ഭയങ്കര സങ്കടത്തിലാണ്. ആ വീട്ടുകാർക്ക് ഒരു കുലുക്കുമില്ല, ഒരു കൊച്ചിനെ കാണാതെ പോയിട്ട് ഒരു കുലുക്കുമില്ല. നാട്ടുകാരൊക്കെ ഭയങ്കര സങ്കടത്തിലാണ്. അവരുടെ ഈ മരിച്ച കുഞ്ഞിൻ്റെ അപ്പൂപ്പൻ എന്തൊരു ക്യാൻസർ രോഗിയായിരുന്നു എന്നും ട്രീറ്റ്മെൻറ്റിലായിരുന്നു, കടബാധ്യത ഉണ്ടെന്നും പറയുന്നു. നമുക്ക് അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. ഇന്നലെ രാത്രി ഈ വീട്ടിനകത്ത് കട്ടിലൊക്കെ തീ കത്തി വെള്ളം ഒഴിച്ച് അണച്ചതായിട്ട് പോലീസ് കണ്ടു. പിന്നെ ഈ കൊച്ചിൻ്റെ അമ്മാവനെ രാവിലെ 6 മണിക്ക് തന്നെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് സംശയം തോന്നി. അപ്പോഴേ തന്നെ ആ അമ്മാവനെ പോലീസ് കൊണ്ടുപോയി. അതിനുശേഷമാണ് DYP സാറൊക്കെ വന്നത് കണ്ട് തെളിയിച്ചത്. ബാധ്യത ഉണ്ടെന്ന് പറയുന്നു. അതിന്റെ യഥാർത്ഥം അവർക്കേ അറിയാവും. എത്ര ബാധ്യത ഉണ്ടെന്ന് നമുക്കറിയില്ല. വഴക്കുകൾ എന്ന് വെച്ചാൽ ഇവർ പുറംലോകമായിട്ട് അത്ര ബന്ധമുള്ള ആൾക്കാരല്ല. ഈ വീട്ടിന്റെ സ്ഥിതി ഉണ്ടല്ലേ, ഇതിനകത്ത് വന്ന് ബഹളവും സംസാരം കൊണ്ടാൽ പുറത്തൊന്നും അറിയില്ല. എന്നാൽ ഒരു സൈലന്റ് ഫാമിലിയാണ്. വേറെ അങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കുന്ന ഒരു ഫാമിലി അല്ല. സാമ്പത്തിക ബാധ്യത ഉണ്ടെന്ന് അവർ പറയുന്നു, ബാക്കി നമുക്കറിയില്ല. നാട്ടുകാരായിട്ട് അങ്ങനെ വലിയ ബന്ധമൊന്നും ഉള്ള ആൾക്കാരല്ല. ആ കൊച്ചിന്റെ അമ്മുമ്മ വന്നിട്ട് അങ്ങനെ വഴിയിൽ പോകുന്നുണ്ട്. ഈ കോട്ടക്കുന്ന് ക്ഷേത്രത്തിൽ വിളക്ക് തേക്കാനൊക്കെ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. പിന്നെ പാവപ്പെട്ട നല്ല ശാന്തമായിട്ടുള്ള കുടുംബം എന്നാണ് നമ്മൾ ഇന്ന് വരെയുള്ള അറിവ്. അമ്മാവൻ്റെ അത്ര ഇവര് പല ആളുകളുമായിട്ട് ബന്ധമില്ല. അവരിവിടെ അല്ല താമസം, ഒരു കിലോമീറ്ററിന് അപ്പുറത്താണ് അവരുടെ വീട്. ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്. അത് മാത്രമേ നമുക്കറിയാം. പ്രശ്നം വലുതായിട്ടൊന്നും അറിഞ്ഞൂടാ. ഇന്ന് രാവിലെ 5:30 ഇതുപോലെ കരച്ചിലൊന്നും കേട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ നടന്നു പോകുന്ന ശബ്ദം കേട്ടപ്പോൾ ഇന്ന് 16 അവിടുത്തെ ചടങ്ങ്. അപ്പം അതിൻ്റെതാണെന്ന് വിചാരിച്ച് ഞാൻ കിടന്ന് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ഒന്ന് വഴിയിലവിടെ ഒന്ന് നോക്കിയപ്പം ഇവിടുത്തെ ചേച്ചിയെ കണ്ടു. അപ്പോൾ ചേച്ചിയുടെ ഞാൻ ചോദിക്കുകയാണ്, ചേച്ചി രാണി ചേച്ചി ഇവിടെ എന്ത് പറഞ്ഞു? ഇതുപോലെ കൊച്ചിനെ കാണാനില്ല, ദേവയെ കാണാനില്ല. ഞാൻ പറഞ്ഞു ദേവയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ചെമരോടെ ചേർന്ന് അങ്ങ് നിന്ന്. അപ്പോഴത്തേക്ക് റോഡിൽ ചെന്ന് ഇവർ ആൾക്കാരെയൊക്കെ വിളിച്ചിരിക്കുന്നു, ഫോണിലൊക്കെ വിളിച്ചിരിക്കുന്നു. എല്ലാവരും ഓടിയൊക്കെ എത്തി. പിന്നെ അതിന് ശേഷമുള്ള സംഭവം പോലീസ് SI ഒക്കെ വന്നു. പിന്നെ അതിന് കിണറ്റിനകത്ത് അവന് മാനസികമായിട്ട് ഒരു പ്രശ്നവും ഇല്ല, ഒരു പ്രശ്നമുള്ളതല്ല. പിന്നെ ഇപ്പൊ 2 ദിവസം കൊണ്ട് ജന്നൽ മാത്രം ഇങ്ങനെ പിടിച്ചടിക്കുമായിരുന്നു, ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. അല്ലാതെ വേറെ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമില്ല, ജോലിക്കൊക്കെ പോയിക്കൊണ്ട് നടന്നത്. അതിനെ പറ്റിയായിരുന്നു ഇവിടെ. മാനസികമായിട്ട് എന്തായാലും ഒരു പ്രശ്നമില്ല. ഇന്ന് രാവിലെ ഞാൻ പോയപ്പോൾ അവിടെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിരിക്കണ് എന്നൊക്കെ പറഞ്ഞത്. പിന്നെ വേറെ തീപിടുത്തമില്ല. ഇന്നലെ അല്ലാതെ രാവിലെ ചെരുപ്പ് എന്തൊക്കെ കത്തി, അതിനകത്ത് ആ റൂമിനകത്ത് കത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, കൊച്ചെപ്പോഴും കാണുന്ന കൊച്ചു തന്നെ. എന്നെ പേര് പറഞ്ഞാണ് വിളിക്കുന്നത്, ഷീജ എന്നേ വിളിക്കുള്ളൂ. ജനിച്ചതേ ഇവിടെ വന്നാണല്ലോ. അപ്പോഴാ കൊച്ചിനെ ആദ്യം മാറി എഞ്ഞെടുക്കാനൊക്കെ തരും, എടുത്തുകൊണ്ടൊക്കെ നടക്കണം. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഇപ്പുറത്തോട്ട് വിടൂല.